എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് എൻ്റെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഒഡീഷക്കാരനായ നമ്മുടെ ഒരു കൂട്ടുകാരുണ്ട്. അവൻ്റെ വീട്ടിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അത് നമ്മുടെ കൊൽക്കത്തയുടെ ഓരോ ഭാഗങ്ങളിലൂടെ പോവുകയാണ്. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് പോകുന്നത്. ലീവുള്ള ദിവസമാണ്, അതുകൊണ്ടൊന്ന് അടിച്ചു പൊളിക്കാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൊൽക്കത്തയുടെ പല ഭാഗങ്ങൾ കാണുമ്പോഴും നമുക്ക് വ്യത്യസ്തമായ ഒരു ചിന്താഗതി ഉണ്ടാവാറുള്ളത്. കാരണം നമ്മൾ ബംഗാളികളെന്ന് പറഞ്ഞ് കളിയാക്കുന്ന പല സംഭവങ്ങളുണ്ടല്ലോ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ കൊൽക്കത്തയുടെ ചില സൈഡുകൾ ഇപ്പോഴും ഭയങ്കര ഒരു ഇതിലാണ്. ബാക്കി സൈഡുകളൊക്കെ നല്ല അടിപൊളിയാണ്. കാരണം പല തരത്തിലുള്ള ബിൽഡിങ്സും അതും സംഭവങ്ങളൊക്കെ നമുക്കിവിടെ കാണാനും പറ്റും. പക്ഷേ എല്ലാ സ്ഥലത്തും അങ്ങനെയല്ല. ചില ചില സൈഡ് പറയുമ്പോൾ നമുക്കത് അതീവ എന്താ പറയുക, ഒരു ഭയങ്കര ഒരു ലോക്കൽ സൈഡ് നമുക്കിവിടെ കാണാനും പറ്റും. അപ്പോൾ എന്തായാലും ഞങ്ങൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ സമയമാണ്. ചെറുതായിട്ട് ഒരു തലേ ദിവസം രാത്രി മഴയൊക്കെ പെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു നനവാണ് ഈ റോഡിൽ മൊത്തമായിട്ട് കാണുന്നത്. ഓട്ടോറിക്ഷയും മറ്റുള്ള ഈ കാണുന്ന ബിൽഡിങ്ങൊക്കെ പഴയ ബിൽഡിംഗ് കേട്ടോ. പണ്ടത്തെ കൊൽക്കത്തയെ സൂചിപ്പിക്കുന്ന ബിൽഡിങ്ങാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ നമുക്ക് പതുക്കെ പതുക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാം. ഞങ്ങൾ പെട്ടെന്ന് പോകാൻ വേണ്ടി തീരുമാനിച്ച പരിപാടിയായിരുന്നു. പെട്ടെന്ന് എൻ്റെ കൂട്ടുകാരെ വിളിച്ച് നമുക്കൊന്ന് അങ്ങോട്ട് പോയാലോ എന്ന്. അപ്പോൾ അതേപോലെ ഞങ്ങൾ പോകാൻ നിന്നാ കേട്ടോ. അതുകൂടെ നല്ല റോഡൊക്കെ നല്ല വൃത്തിയാണ്. ട്രാഫിക് സിഗ്നൽസ് എല്ലാം ഉണ്ട്. പക്ഷേ ഓട്ടോറിക്ഷയ്ക്ക് ഇവിടെയും അതേപോലെ തന്നെയാണ്. മിന്നാൻ തുടങ്ങിയപ്പോൾ തന്നെ ഓട്ടോറിക്ഷയൊക്കെ മുന്നോട്ട് പോയി. അതുകൊണ്ട് അവർക്കെല്ലാം ഒരു എന്താ പറയുക, ഒരു മാഫ് എന്ന രീതിയിലാണല്ലോ. അപ്പോൾ നമുക്കെന്തായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. സ്വാമി വിവേകാനന്ദൻ്റെ ഒരു പിക്ചറൊക്കെ അവിടെ ഉണ്ട്. ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഞങ്ങളൊന്ന് പോലീസും സൈഡാക്കിയിരുന്നു. കാരണമൊന്നും പറയുന്നില്ല. കാരണം ഇവിടെ 2 ഹെൽമെറ്റ് നിർബന്ധമാണ്. അപ്പോൾ ഞാൻ ഹെൽമെറ്റ് വെച്ചിരുന്നില്ല. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളായിരുന്നു. കുഴപ്പമൊന്നുമില്ല. നല്ല മാന്യമായ ഒരു രീതിയിൽ സംസാരിച്ച് മാന്യമായൊരു പെറ്റി അടിച്ചിട്ട് ഞങ്ങൾ നേരെ ഇറങ്ങി. അപ്പോൾ നമ്മൾ അവിടുന്ന് ഒരു ചെറിയൊരു ഫുള്ള് ഗലിയാട്ടോ ഉണ്ടാവുന്നത്. കാരണം നമ്മുടെ കൊൽക്കത്തയുടെ ഒരു ഇത് പറയുമ്പോൾ മെയിൻ റോഡ് കഴിഞ്ഞാൽ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ഗലികളാണ്. അപ്പോൾ അതിലൂടെ വേണം നമുക്ക് നമ്മുടെ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോകാൻ. അപ്പോൾ അവൻ ഒറ്റയ്ക്ക് അവിടെ ഉള്ളത്. അപ്പോൾ ഇന്ന് കുറച്ച് അവൻ പല സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു വിശ്വാസത്തിലാണ് ഞങ്ങൾ പോകുന്നത്. എന്തായാലും ഇവിടുത്തെ ഒന്നെന്ന് പറയുമ്പോൾ ട്രാഫിക് റൂൾസ് ഞാൻ പറഞ്ഞല്ലോ. അപ്പം 2 ഹെൽമെറ്റ് ഇടണം, അതൊക്കെ സംഭവങ്ങൾ റെഡിയാണ്. പക്ഷേ നമ്മൾ ഈ ഓവർടേക്ക് ചെയ്യുമ്പോഴുള്ള ഒരു മര്യാദയൊന്നും ഇവിടെ പ്രത്യേകിച്ച് കാണാനൊന്നും കിട്ടിയില്ല. പിന്നെ പണ്ടത്തെ സൈക്കിൾ റിക്ഷയൊക്കെ അതാ പോകുന്നു. അതിപ്പോഴും കൊൽക്കത്തയിലുണ്ട്. സൈക്കിൾ റിക്ഷയുണ്ട്. കൂടാതെ തന്നെ നമ്മൾ ഈ മനുഷ്യനിങ്ങനെ എടുത്തിട്ട് ഓടുന്നവൻ്റെ നമ്മളെന്താ പറയുക അതിന്, ആ സംഭവങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റും. പക്ഷേ ഈ സൈഡിലല്ല, കൊൽക്കത്തയുടെ വേറെ പല ഭാഗങ്ങളിലും നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും ഞങ്ങൾ യാത്രയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കൂടാതെ എനിക്ക് അധികം ഈ ബംഗാളികൾ എന്ന് പറഞ്ഞ് കളിയാക്കുന്നതിനോട് അധികം ഒരു യോജിപ്പൊന്നുമില്ല. കാരണം ഇവിടെ പൈസക്കാരാണെങ്കിൽ അവർ നല്ല പൈസക്കാരായിരിക്കും. പാവപ്പെട്ടവരാണെങ്കിൽ അത് ഭൂലോക പാവപ്പെട്ടവർ. കാരണം ഭയങ്കര പാവപ്പെട്ടവരായിരിക്കും. അങ്ങനത്തെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മളിതാ വേറെ സ്ഥലത്തേക്ക് ഓരോ ഗലി ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും പല ആളുകളുടെ കയ്യിലും പലതരത്തിലുള്ള കാറുകളുണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഞാൻ നമ്മുടെ നാട്ടിലൊക്കെ വരുമ്പോൾ നമ്മുടെ നാട്ടുകാരാണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല കേട്ടോ. കൊൽക്കത്തയിലൊക്കെ നല്ല നല്ല വണ്ടി പ്രാന്തന്മാരും പിന്നെന്താ പറയുക, നല്ല സ്റ്റാറ്റസുള്ള ആളുകളൊക്കെ ഉണ്ട്, കൊൽക്കത്തയിലുണ്ട്. അപ്പോൾ നമ്മൾ നല്ലൊരു ചെറിയൊരു ഗലിയിലേക്ക് വീണ്ടും കയറിയിട്ടുണ്ട്. ഇത് ഒരു പാർക്കാണ്, സുഭാഷ് ചന്ദ്രബോസ് പാർക്കാണ്. ഈവനിങ് ടൈമിലൊക്കെ നല്ല രസമാണ് അവിടെ വന്നിരിക്കാനൊക്കെ. കാരണം ഈ IPL സീസണാണല്ലോ ഇപ്പോൾ. അപ്പോൾ IPL സീസൺ ആകുമ്പോൾ അവിടെ വലിയൊരു ബാനറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കളി കാണാൻ പറ്റും. ഫ്രീ ആയിട്ടാണ്, പൈസയൊന്നും കൊടുക്കേണ്ട. ഉള്ളിൽ കയറാൻ അടിപൊളി സംഭവമാണ്. അപ്പോൾ ഞാൻ ഒരു ദിവസം പോയിരുന്നു, വീഡിയോ ഒന്നും പകർത്താൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ്റെ വീട്ടിലെത്തി. അതിൻ്റെ ചങ്കയുടെ വണ്ടി നിർത്താൻ വേണ്ടി പോയിരിക്കുകയാണ്. പിന്നെ പാർക്കിംഗ് ഏരിയ മറിച്ചതൊന്നും നമ്മൾ ചിന്തിക്കാൻ പാടില്ല. കാരണം അത്രയ്ക്ക് കൺജസ്റ്റഡ് ഏരിയയാണ്. അപ്പോൾ ഞങ്ങൾ നേരെ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ചെറിയൊരു വീടാണ്. പക്ഷേ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം അവൻ നല്ലൊരു ഡിസിപ്ലിൻ മനുഷ്യനാണ്. ഇതാണ് നമ്മുടെ പയ്യൻ, അവൻ്റെ വീടാണ്. അപ്പോൾ അവൻ മട്ടൻ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഒഡീഷക്കാരാണ്. അവരെന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാൻ പിന്നെ പതുക്കെ ചെറുതായിട്ട് വീഡിയോസൊക്കെ എടുത്ത് ഒന്ന് ഇതാക്കാൻ വിചാരിച്ചു. വീഡിയോസ് എടുക്കുമ്പോൾ അവന് ചെറിയൊരു ചിരിയൊക്കെ ഉണ്ട് എൻ്റെ മുഖത്തൊക്കെ നോക്കിയിട്ട്. എന്തായാലും നമ്മൾ കാര്യമാക്കില്ല. കാരണം നമുക്ക് എന്തായാലും ഇതൊക്കെ നിങ്ങളുടെ മുന്നിലൊന്ന് എത്തിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. നല്ലൊരു പയ്യനാണ്. കാരണം എല്ലാം നല്ല സംഭവങ്ങളും സാധനങ്ങളൊക്കെ അവൻ നേരെ വെച്ചിട്ടുണ്ട്. നമ്മൾ കയറുമ്പോൾ
ഫസ്റ്റ് അടുക്കളയിൽ കൂടിയാണ് കയറുന്നത്. കാരണം ഒരു സിംഗിൾ റൂമാണ് അവിടെ ഉള്ളത്. സിംഗിൾ റൂം, അടുക്കള, പിന്നെ ഒരു ബാത്റൂം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒറ്റയ്ക്ക് അവിടെ ഉള്ളത്. കാരണം സിംഗിളായി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് നമുക്കിവിടെ ഇത് ചെയ്യാൻ പറ്റും. കാരണം ടൈം ആണെങ്കിലും സ്പെൻഡ് ചെയ്യാൻ പറ്റും, എല്ലാം പറ്റും. അപ്പോൾ എന്തായാലും ഇതാണ് ഇവരുടെ ബെഡ്റൂം കേട്ടോ. ഇത് ബെഡ്റൂമാണ്, തൊട്ടപ്പുറത്ത് കിച്ചൺ. ഇത്ര ചെറിയൊരു ഇതേ ഉള്ളൂ. അപ്പോൾ ഇപ്പുറത്ത് ചോറ് താമന്നുണ്ട്. ഈ ഒഡീഷക്കാർ ബംഗാളികളും അവർക്ക് നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൻ ഉണ്ടാക്കുന്ന രീതി കാണുമ്പോൾ തന്നെ എനിക്ക് ആ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ആ ഡൗട്ട് എനിക്ക് എന്തായാലും മാറിക്കിട്ടി. കാരണം നല്ലൊരു മണവും, ഇനി അത് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും എനിക്ക് എന്താണ് സംഭവം എന്ന് മനസ്സിലാക്കാനുള്ള ആഗ്രഹം. അപ്പോൾ നമ്മൾ ചോറൊക്കെ വെച്ച് നമ്മൾ നിലത്താണ് ഇരിക്കുന്നത്. ആദ്യം എനിക്ക് നിലത്തിരിക്കണോണ്ടാണ്, നമുക്കൊരു ഡൈനിങ് ടേബിൾ സംഭവങ്ങളൊന്നും അവിടെ ഇല്ല. ഇവർ പൊതുവേ ഞാൻ ചോദിച്ചപ്പോൾ ഇവർ പൊതുവേ നിലത്തിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുക. കാരണം അങ്ങനെയാണ് ഇവർ പറഞ്ഞത്. നമ്മളൊക്കെ ആണെങ്കിൽ പണ്ട് കാലങ്ങളിലായിരുന്നു നിലത്തൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിരുന്നത്. ഇപ്പോൾ എനിക്ക് ചുരുക്കം പേരായിരിക്കും നമ്മുടെ കേരളത്തിൽ നിലത്തൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ വന്നു കുറേ കാലത്തിന് ശേഷം നിലത്തിരിക്കുന്ന കാരണം കൊണ്ട് തന്നെ നമുക്ക് ചമ്മറം പടിഞ്ഞിരിക്കാൻ എനിക്ക് പറ്റിയില്ല. നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നല്ല മട്ടൺ കേട്ടോ, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. കഴിക്കാൻ നല്ല ആഗ്രഹത്തിലുമാണ്, പക്ഷേ ആർത്തി പിടിച്ച് എടുക്കാനൊരു പേടി. അപ്പോൾ ഉള്ളിയൊക്കെ മുറിച്ചു. കാരണം നമ്മൾ നോർത്ത് സൈഡിൽ നമ്മുടെ കേരളം വിട്ട് കഴിഞ്ഞ് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാവരുടെയും ഫസ്റ്റ് ഉള്ളി അല്ലെങ്കിൽ മുളക് സംഭവങ്ങളൊക്കെ, സലാഡ്. കാരണം അതൊരു എന്താ പറയുക, ഒരു ചടങ്ങ് പോലെയാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എന്തായാലും അങ്ങനെ ഒരു സംഭവം വേണമെന്നാണ്. അപ്പോൾ അവൻ നമ്മുടെ ഫുഡ് മൊത്തം 3 പേർക്കും വേണ്ടിയിട്ട് ഇത് ചെയ്ത് തരികയാണ്, പങ്കിട്ട് തരികയാണ്. അവൻ്റെ പേര് ശാന്തി എന്നാട്ടോ. തൊട്ടപ്പുറത്തിൻ്റെ അപ്പുറത്ത് ഒരു സ്വൈൻ പറഞ്ഞ എൻ്റെ കൂട്ടുകാരനുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ മൂപ്പരെ വീട്ടിലേക്ക് വന്നത്. കാരണം അവർ ഭയങ്കര ഒരു നല്ലൊരു പയ്യനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഏതാണെന്നൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. നല്ല രസമാണ്, ചാറൊക്കെ ഒഴിച്ച് തൊട്ടപ്പുറത്ത് പീസും. ഉരുളക്കിഴങ്ങ് നിങ്ങൾ ഒഡീഷ ബംഗാൾ പോയാൽ മസ്റ്റായിരിക്കും, അതെന്തായാലും കിട്ടും. നിങ്ങൾ ചിക്കൻ ബിരിയാണിയാണോ, മട്ടൻ ബിരിയാണിയാണോ, അതോ എന്താ പറയുക, മുട്ട ബിരിയാണിയാണോ, എഗ് ബിരിയാണിയാണോ, എന്തായാലും നിങ്ങൾക്ക് അതിലൊരു ഉരുളക്കിഴങ്ങ്, അതായത് ആലു മസ്റ്റാണ്. അത് അവരുടെ ഒരു പ്രത്യേകതയാണ്. കാരണം ഞാൻ അത് കഴിക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. ഞങ്ങളെല്ലാവരും കൂടിയിട്ടൊന്നും ഇനിയിപ്പോൾ റെഡി ആവുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ മനസ്സിലായി അവന് നല്ല എന്താ പറയുക, ഒരു കുക്കിംഗ് ഒരു കഴിവുണ്ട് അവന്. അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, ഞാൻ വെറുതെ പറയല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിഞ്ഞ് കുറച്ച് നേരം സ്പെൻഡൊക്കെ ചെയ്തപ്പോൾ തന്നെ സന്ധ്യയായി. പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ജോലി സ്ഥലത്ത് എത്തേണ്ട ഒരു ആവശ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു കൂട്ടുകാരൻ കൂടി അവനോട് ചെറിയ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇറങ്ങാൻ വിചാരിച്ച്. ഇറങ്ങിയപ്പോൾ തന്നെ പൊന്നു മക്കളെ എന്ത് രസമാണെന്നറിയോ കാണാൻ. അതായത് നമ്മൾ കണ്ട പോലെ ആയിരുന്നില്ല. പിന്നെ രാത്രിയുടെ ഒരു ഭംഗി വേറെ ആയിരുന്നു. നല്ലൊരു സ്ട്രീറ്റ് ലൈറ്റൊക്കെ ആയി, ചെറിയ ഗലികൾ, ചെറിയ ഇടവഴികളൊക്കെ നല്ല ഭംഗിയായിരുന്നു കാണാൻ. അപ്പോൾ നമ്മൾ നേരെ ഹൈവേയിലേക്ക് അങ്ങ് കയറിയപ്പോഴും ഇത് തന്നെയാണ് കണ്ടോ, ലെൻസ്കാർട്ടിൻ്റെ പലതരത്തിലും. ഞാൻ പറഞ്ഞല്ലോ, കൊൽക്കത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസക്കാരും പാവപ്പെട്ടവരും എല്ലാവരും, പൈസക്കാരെന്ന് പറഞ്ഞാൽ പൈസക്കാരുടെ പൈസക്കാർ, അവരൊക്കെ നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ്. അത് നിങ്ങൾക്ക് ഈ റോഡിൽ കൂടെ പോകുന്ന വണ്ടികളും മറ്റും കണ്ടാൽ മനസ്സിലാവും. ഓട്ടോറിക്ഷ ആയിക്കോട്ടെ, അല്ല, അതായത് പാവപ്പെട്ടവരുണ്ട്, പണക്കാരുണ്ട്. പക്ഷെ എന്തായാലും രാത്രിയുടെ ഒരു കൊൽക്കത്തയുടെ ഭംഗി എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. കുറേ പെട്രോൾ പമ്പുകളൊക്കെ പല തരത്തിലുള്ള, അതായത് പമ്പുകൾ എന്ന് പറഞ്ഞാൽ ഓരോ 1 കിലോമീറ്ററും കൂടുന്തോറും പമ്പുകളാണ്. കാരണം അത്രയ്ക്കേറെ ഇവിടെ ജനസംഖ്യയുണ്ട് കൊൽക്കത്തയിൽ. അപ്പോൾ നമ്മളെന്തായാലും രാത്രിയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം രാത്രി ഇറങ്ങുമ്പോൾ ഒരു രസം എന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരു ഫീലാണ്. ചെറിയൊരു തണുപ്പും പിന്നെന്താ അധികം ഒരു തിരക്കുണ്ടാവില്ല. അങ്ങനത്തെ ഒരു ഫീലാണ് നമുക്ക് കിട്ടുക. കാരണം നൈറ്റ് റൈഡിങ്ങിനൊക്കെ പറ്റിയൊരു സ്ഥലം കൂടിയാണ് കൊൽക്കത്തയുടെ ചില ഭാഗങ്ങൾ. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വരുന്ന സ്ഥലം കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം ട്രാഫിക് ഇപ്പോൾ വന്നത് ഇവിടെ സിഗ്നലുള്ള കാരണം കൊണ്ട് മാത്രമാണ്. അപ്പോൾ നമ്മൾ പതുക്കെ മെട്രോയുടെ താഴേക്കൂടെ പോകട്ടെ. മുകളിൽ കൂടെ മെട്രോ പോകുന്നുണ്ട്. മെട്രോയുടെ പണി കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ഇപ്പോൾ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ മെട്രോയുടെ താഴേക്കൂടെ ഞങ്ങൾ നേരെ നമ്മുടെ ജോലി സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ഭംഗിയാട്ടോ അവിടെ കാണാൻ. പിന്നെ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ തൊട്ടിപ്പുറത്ത് കാണുന്നത് മുകളിൽ കൂടെ വരുന്ന ഒരു പാലാണ്, റോഡാട്ടോ. അത് നമ്മൾ ഈ റോഡും കൂടി ചേരും. അപ്പോൾ നമുക്കിത് നേരെ പോകണം കേട്ടോ. നേരെ പോയിട്ടാണ് നമ്മുടെ ജോലി സ്ഥലത്തേക്ക് നമ്മൾ എത്തുന്നത്. തൊട്ടിപ്പുറത്തായിട്ട് സംഭവം ഇതെനിക്ക് കാര്യമായിട്ട് എന്താ മനസ്സിലായില്ല, ഞാൻ ചോദിക്കാനും നിന്നില്ല ആരോടും. ഒരു അശോക സ്തംഭമൊക്കെ ഉണ്ട് അവിടെ. അതിപ്പോൾ എന്താണെന്ന് എനിക്ക് അറിയുന്നില്ല. എന്തായാലും രാത്രിയുടെ ഭംഗി കൂടെ നമ്മുടെ കൊൽക്കത്തയിലെ ബസ്സുകളൊക്കെ ചീറിപ്പാഞ്ഞ് പോകുന്നതൊക്കെ കാണാൻ നല്ല രസമാണ്.
കൊൽക്കത്തയുടെ ബസ് മൊത്തം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വല്ല യൂട്യൂബ് ചാനലിലോ അല്ലെങ്കിൽ ഇതിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കൊൽക്കത്തയുടെ പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗി എന്ന് ഞാൻ പറയുന്നില്ല, ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ. കാരണം നമ്മുടെ മറ്റേ പാൻപരാക്കും മറ്റേതും തുപ്പിയിട്ടും അതും ഇതൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു ഇതുണ്ട്. അതായത് ആ തുപ്പലിൻ്റെ ഭാഗങ്ങളൊക്കെ അതിലുണ്ട് കാണാൻ പറ്റും. അത്രയ്ക്ക് വലിയ വൃത്തിയൊന്നുമില്ല. പിന്നെ ഇവിടുത്തെ ഒന്ന് പറയുന്നത് ഈ പാലങ്ങളാണ്. ഈ പാലങ്ങളെന്ന് പറയുമ്പോൾ ഭയങ്കര ഭംഗിയാട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, ഭയങ്കര ഭംഗിയാണ്, ഭയങ്കര രസമാണ്. നമ്മൾ ഞാൻ നെഗറ്റീവ് നമ്മൾ നല്ലത് കണ്ടാൽ നല്ലത് പറയണം, അല്ലാത്തത് കണ്ടാൽ അല്ലാത്തത് പറയണം. പക്ഷേ ഇവിടുത്തെ പാലങ്ങൾ, ബാക്കി മെയിൻ ഹൈവേകൾ നമ്മുടെ സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലത്തെ പോലെ അത്രയ്ക്ക് വലിയ കുണ്ടും കുഴിയും ഒന്നുമില്ല കേട്ടോ. നമ്മൾക്ക് എപ്പോഴും മറ്റുള്ളവരെ കളിയാക്കണം എന്നതിലാണ് നമ്മുടെ ഒരു താല്പര്യം. പക്ഷേ ഇവിടെ എനിക്ക് അങ്ങനെ ഒന്നുമില്ല. നല്ല റോഡുകളൊക്കെ ആയിക്കോട്ടെ എല്ലാം നല്ലതാണ്. തൊട്ട് മുകളിലൂടെയാണ് മെട്രോ പോകുന്നത്. പിന്നെ ഒന്നെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ട്രാഫിക് അത് കുറച്ച് അധികമാണ്. ഒരു രാത്രി 10-11 മണിക്ക് ശേഷമൊക്കെ ആണെങ്കിൽ നമുക്ക് സുഖമായിട്ട് പോയി വരാൻ പറ്റും. കാരണം അത്രയ്ക്കേറെ ജനസംഖ്യയാണല്ലോ. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, കുറേ ആളുകളാവും, ഭയങ്കര തിരക്കാണ്, എല്ലാവർക്കും വണ്ടിയാണ്. അപ്പം അതിൻ്റെ ഒരു തിരക്കാണ് അവിടെ കാണുന്നത്. ഇവിടെ ഒരു ബിൽഡിങ് കണ്ടു, നമ്മുടെ പള്ളി പോലെ തോന്നുന്നില്ല ഈ തൊട്ട് മുകളിലത്തെ ഗോപുരമൊക്കെ. ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പമ്പാണ്, അതുകൊണ്ടാണ് ഞാൻ ആ പമ്പ് അവിടെ കാണിച്ചത് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ നമുക്കിവിടെ നേരെ പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് നേരെ പോയിട്ട് റൈറ്റ് ചെയ്യണം. അവിടെയാണ് നമ്മുടെ ജോലി സ്ഥലം. ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. നല്ല ഭക്തിയുള്ള ആളുകളാട്ടോ ഇവിടുത്തെ ആൾക്കാർ. പ്രത്യേകിച്ച് ഹിന്ദിക്കാർ കൂടുതൽ ഭക്തിയുള്ളവരാണ്. അത് ഏത് മതത്തിലെ ആളായിക്കോട്ടെ, നല്ല ഭക്തി കൂടുതലുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ ചെറിയൊരു മെട്രോയുടെ പണിയൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ റോഡിൻ്റെയൊക്കെ അവസ്ഥ. ഇപ്പോൾ നിങ്ങൾ എന്നെ കുറ്റം പറയരുത്, ആദ്യം നീ കേരളത്തെ കുറിച്ച് കുറ്റം പറഞ്ഞല്ലോ. അങ്ങനെയല്ല, ഇവിടെ ഒരു മെട്രോയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടുത്തെ റോഡ് കുറച്ച് മോശം ആയിട്ട് കാണുന്നത് കേട്ടോ. ആ മെട്രോ അവിടുന്ന് കണ്ട മെട്രോ നിങ്ങൾക്ക് കാണാം, ഇവിടെ വെച്ച് നിൽക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ കൊൽക്കത്തയുടെ ബസ്സിൻ്റെ അടുത്ത് കൂടെയാണ് പോകുന്നത്. തൊട്ടില്ല എന്നൊക്കെയാണ്. ഈ ഒരു കാര്യം കിട്ടും. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒന്നൊരു ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ വണ്ടി നിർത്തലായി, ചോദ്യം ചെയ്യലായി, അടിയായി, വർത്തമാനമായി സംഭവം. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ മുട്ടിക്കോ ഓക്കെ, അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ മെട്രോയുടെ പണിയൊക്കെ ചെയ്യുന്ന അവിടെ എത്തി. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ജോലി സ്ഥലത്തേക്ക് ഇനി എത്താറായി. ഇവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലം എത്തി. അപ്പോൾ എന്തായാലും ഇതെൻ്റെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇതേപോലെയുള്ള കൊൽക്കത്തയുടെ പല ഭാഗത്തു നിന്നുള്ള നല്ല നല്ല വീഡിയോസ് ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവരുടെയും സപ്പോർട്ട് എന്തായാലും വേണം. അപ്പോൾ ഓക്കെ, ബൈ.